നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ മാസം 11-ാം തീയതി 1201-ാം ആണ്ട് കന്നിമാസം 25-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. ഇപ്പോൾ രോഹിണി നക്ഷത്രം ശനിയാഴ്ച. നക്ഷത്രം നല്ല നക്ഷത്രമാണ് എങ്കിലും ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനിയെ ജ്യോതിഷശാസ്ത്രപ്രകാരം മന്ദൻ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് മാ എന്ന അക്ഷരം കൊണ്ട് ജ്യോതിഷികൾ ശനിയെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ജാതകമൊക്കെ ഗണിക്കുമ്പോൾ മന്ദൻ എന്ന് പറയുമ്പോൾ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. അപ്പോൾ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി. ഇപ്പോൾ ശനിദേവൻ തരും പോലെ ഒരു ഗ്രഹം തരത്തില്ല. ശനി ഒരാളിനെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ഒരു ഗ്രഹം ബുദ്ധിമുട്ടിക്കുകയില്ല. ഇപ്പോൾ മന്ദനായതുകൊണ്ട് നമുക്ക് ശനി ചിലർക്ക് ഗുണം ചെയ്യുന്നുണ്ടാവാം. ജാതകത്തിലൊക്കെ നല്ല സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ശനി ദോഷത്തെ ഒന്നും കൊടുക്കത്തില്ല. പക്ഷെ നമുക്കറിയാൻ പറ്റില്ല ആർക്ക് ഗുണം ആർക്ക് ദോഷം. ഇപ്പോൾ കൂടുതൽ പേർക്കും കഷ്ടതയെ കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ശനിയുടെ ദിവസങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതിന് കാരണം. അതുപോലെ തന്നെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, രോഹിണി നക്ഷത്രം, കന്നിമാസത്തിലെ രോഹിണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക്, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക് ഈ ഒരു വർഷം അത്ര കണ്ട് നല്ലതല്ല. പലതരത്തിലുള്ള കഷ്ടതയുണ്ടാവും. സാമ്പത്തിക നഷ്ടം, ശാരീരിക ബുദ്ധിമുട്ട്, രോഗാദി ദുരിതങ്ങൾക്കൊപ്പം ആക്സിഡൻ്റ് ഉണ്ടാവുക, കേസ് വഴക്കുകൾ, പലതരത്തിലുള്ള ധനനഷ്ടം ഒക്കെ വരുത്തുന്ന സമയമാണ്. ശത്രുഭയം വരെ ഉണ്ടാകുന്ന കാലയളവാണ്. അപ്പോൾ നമുക്കിതൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇതിനെ എങ്ങനെ ലഘൂകരിക്കാം? അത് ശനീശ്വരനെ പ്രീതിപ്പെടുത്തി ഇതിൽ നിന്ന് അതിജീവിക്കാം. ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശാസ്താവിന് ശനിയാഴ്ച നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം, സൂര്യഭഗവാനെ തൊഴണം, ശനീശ്വര യന്ത്രം ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ഒക്കെ ചെയ്തു പോകുമ്പോൾ ശനിയുടെ കാഠിന്യത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 9 മണി മുതൽ 10:30 മണി വരെയാണ് രാഹുകാലം എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 9 മണിക്ക് തുടങ്ങൂല. 9:15 തൊട്ട് രാഹുകാലം തുടങ്ങും. 10:45 വരെ രാഹുകാല സമയം ഉണ്ട് താനും. ഇപ്പോൾ ഒരു 15 മിനിറ്റിൻ്റെ വ്യത്യാസം രാഹുകാലത്തിൽ ഇന്നുണ്ട്. അതുപോലെ ഒരു കാര്യത്തിനും എടുക്കാൻ പറ്റാത്ത 2 സമയങ്ങളാണ് ഗുളികനും യമകണ്ഠ കാലസമയവും. ഗുളിക കാലസമയം വരുന്നത് 6:16 തൊട്ട് 7:45 വരെയും, യമകണ്ഠ കാലസമയം വരുന്നത് 1 മണി 40 മിനിറ്റ് തൊട്ട് 3 മണി 9 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തം എടുക്കുക. അഭിജിത്ത് മുഹൂർത്തം നമുക്ക് അന്നത്തെ ദിവസം പോസിറ്റീവ് എനർജി ഉള്ള സമയമാണ്. ഇപ്പം നെഗറ്റീവിൽ പോസിറ്റീവ് എടുക്കുമ്പം അന്ന് പോസിറ്റീവിൻ്റെ അളവും കുറച്ച് കളയും. അതുകൊണ്ട് നമുക്ക് ചെയ്തേ തീരുള്ളൂ എന്നൊരവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക. 11 മണി 47 മിനിറ്റ് തൊട്ടാണ് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കുന്നത്. 12 മണി 35 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരം ഉള്ളതിൽ 44 മിനിറ്റ് നമുക്ക് എടുക്കാം. അതുപോലെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വസ്ത്രധാരണത്തിൽ കറുപ്പോ നീലയോ വസ്ത്രം ധരിച്ചുകൊണ്ട് വസ്ത്രധാരണത്തിൽ ആ കളർ ഉൾപ്പെടുത്തുന്നത് ശനിയുടെ പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാനും നെഗറ്റീവ് നമ്മളിൽ നിന്ന് അകറ്റാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.